ബ്രിട്ടീഷ് കൾച്ചറുമായി പൊരുത്തപ്പെടാൻ മലയാളിയായ താങ്കൾ എന്ത് ചെയ്തു? ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കാറുണ്ട്. ഇവിടുത്തെ സംസ്കാരമായിട്ടുള്ള പബ്ബിലും ക്ലബിലും ഒക്കെ പോകാറുണ്ട്. പിന്നെ ജോലി സ്ഥലങ്ങളിലായാലും അവിടുത്തെയും എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. പ്ലീസും താങ്ക്സ് എന്ന് പറയാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ ലാംഗ്വേജിന്, ഇവിടുത്തെ ആക്സെൻറ്റുകളും അതൊക്കെ പഠിക്കുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റീസുമായിട്ട് മിങ്കിളാവാനുള്ള പല ആക്ടിവിറ്റീസും ഞാൻ പോയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് പഠിക്കുന്ന ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് നമ്മൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. കൾച്ചറുമായി പൊരുത്തപ്പെടാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എഫർട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ജീവിക്കുന്നു. അതേപോലെ ഇവിടുത്തെ പ്രൊസീജിയറും ഇവിടുത്തെ ലോയും അതൊക്കെ നമ്മളതിന് അനുസരിച്ച് ജീവിക്കുക, അത്രേ ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ കൾച്ചറുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരും. പിന്നെ നമ്മൾ നാട്ടിലൊരു ഫാമിലി മാനായിട്ട് താമസിച്ച ആൾക്കാരാണ്. നമ്മളൊരു വീട്ടിൽ 4 പേരായിട്ട് താമസിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ്. ഇവരുടെ കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരുടെ കാര്യം മാത്രം നോക്കിയിട്ടുള്ള ജീവിതമാണ്. അവർ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല ജീവിക്കുന്നത്. അവരവരുടെ സ്വന്തം കാര്യം നോക്കി അങ്ങനെ ഉള്ളൊരു ജീവിതവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറും. പക്ഷേ ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് മാറും. നമ്മളിപ്പോഴും ബോധേഡാണ് ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളതിൽ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അതിൽ ബോധേഡല്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബ്രിട്ടീഷ് കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഈ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അതിന് കാരണമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാം അങ്ങനെ ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൾക്കാരായിട്ടും ഇല്ല. കൂടുതലും വർക്ക് ചെയ്യുന്ന പീപ്പിൾസ്, ഫിലിപ്പീൻസ്, ബ്ലാക്സ് ബ്രിട്ടീഷ് ഉണ്ട്. അതുപോലെ വി ഡോണ്ട് നീഡ് ടു ഫോളോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരൊന്നും ഇല്ല നമുക്ക്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് കൂടുതലും ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് അങ്ങനെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല, അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് UK ആയതുകൊണ്ട് അത് ഫോളോ ചെയ്യേണ്ട കാരണമൊന്നുമില്ലല്ലോ.